ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ കൺഫ്യൂസിങ് ഫാക്ടുകൾ കുറച്ചധികം നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് കെമിസ്ട്രി ആയിരുന്നു. ഇന്ന് കുറച്ച് നമുക്ക് ഫിസിക്സിലെ വസ്തുതകൾ നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ ഇനി വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യം ഇപ്പോൾ ടീച്ചിങ് കാറ്റഗറി ആയാലും നോർമൽ PSC എക്സാം ആയാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഫിസിക്സിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് ടോപ്പിക്സ് ആണ് ലൈറ്റും സൗണ്ടും, അല്ലേ? പ്രകാശം, ഒപ്റ്റിക്സ്, സൗണ്ട്, അക്കൂസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ പ്രകാശമായിക്കോട്ടെ ശബ്ദമായിക്കോട്ടെ ഇത് രണ്ടും ഊർജ്ജരൂപങ്ങളാണ്. ഇത് രണ്ടും തരംഗങ്ങൾ കൂടിയാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ആക്ച്വലി മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് തെളിയിച്ച വ്യക്തി ആരാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അദ്ദേഹത്തിന്റെ പേര് ലിയോൺ ഫുക്കോൾട്ട് എന്നാണ്. മാറിപ്പോവല്ലേ? എന്നാൽ ശബ്ദമാണെങ്കിലോ മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കുന്ന ആ വ്യക്തിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു മീഡിയം മസ്റ്റാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം കൂടിയേ പറ്റുള്ളൂ എന്ന് തെളിയിച്ചത് ബെൽജാർ പരീക്ഷണത്തിലൂടെ, അത് റോബർട്ട് ബോയിൽ. ആ രണ്ട് പോയിന്റ്സ് പഠിച്ചേക്കുക. അപ്പോൾ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട എന്ന് തെളിയിച്ചത് അത് ലിയോൺ ഫുക്കോൾട്ട് ആണെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം കൂടിയേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് റോബർട്ട് ബോയിൽ ആണ്. ഇനി ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഒരു ക്രയോജനിക് അവസ്ഥയാണ്. ഊഷ്മാവിന്റെ വളരെ താഴ്ന്ന പരിധി 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 കേവല പൂജ്യത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന, നമുക്ക് ലബോറട്ടറിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയിലെ അടിസ്ഥാന കണങ്ങൾക്ക് ബോസോൺ എന്ന പേര് നൽകിയത്, അല്ലെങ്കിൽ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കണം. അദ്ദേഹത്തിന്റെ പേര് പോൾ ഡിറാക് എന്നാണ്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗം ബോസോണുകൾ കേട്ടിട്ടുണ്ടാകും, ഹിഗ്സ് ബോസോണുകൾ. ആ ഹിഗ്സ് ബോസോണുകൾക്ക് ദൈവകണങ്ങൾ, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നൊരു വിശേഷണം നൽകിയത് ആരാണെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേര് ലിയോൺ ലിഡർമാൻ ആണെന്ന് പഠിച്ചു വെക്കുക. മാറിപ്പോവരുതേ. അപ്പോ ബോസോണുകൾ എന്ന പേര് കൊടുത്തത് പോൾ ഡിറാക് ആണ്. എന്നാൽ ബോസോണുകൾ, അതായത് ഹിഗ്സ് ബോസോണുകളെ ദൈവകണങ്ങൾ എന്ന പേരിട്ട് വിളിച്ചത് ലിയോൺ ലിഡർമാൻ ആണ്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോവരുത്. നേരത്തെ നമ്മൾ എഴുതിയ ഫുക്കോൾട്ടും ലിഡർമാനും മാറിപ്പോവരുത്. 4 വസ്തുതകളേ ഉള്ളൂ, ബട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്. നമുക്ക് പോകെ പോകെ അതൊക്കെ പഠിക്കാം. ഈ 4 വസ്തുതകൾ നിങ്ങൾക്ക് ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഈ ലേസർ, മൈസർ, റഡാർ, സോണാർ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഡിവൈസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേസർ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, ലേസർ. ഈ ലേസർ എന്ന് പറയുന്ന ആ ഉപകരണം കണ്ടെത്തിയ വ്യക്തി ആരാണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഡൗട്ട് ഒന്നും കൂടാതെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അദ്ദേഹത്തിന്റെ പേരാണ് തിയോഡർ മെയ്മാൻ. കണ്ടോ? അപ്പോൾ ലേസർ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് തിയോഡർ മെയ്മാൻ ആണ്. പക്ഷെ അതിന് ലേസർ എന്ന പേര് നൽകിയത് ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാലോ അത് വേറെ ആരുമല്ല, ഗോർഡൻ ഗൗഡ് ആണ്. അവിടെ ഗൗഡ് എഴുതുമ്പോഴത്തേക്കും ഗോർഡൻ, ഗൗഡ് GOULD ആണ്, ബട്ട് L സൈലന്റ് ആണ്. മാറിപ്പോവരുതേ. ലേസർ കണ്ടെത്തിയത്, ഇൻവെന്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ തിയോഡർ മെയ്മാൻ, ബട്ട് ലേസർ എന്ന പേര് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഗോർഡൻ ഗൗഡ് ആണ്. അതുപോലെ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ആക്ച്വലി ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ഫിസിക്സിന്റെ കെമിസ്ട്രി ഫിസിക്സിലെ മാത്രം അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾ ആ +1 +2 NCERT ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം, അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ പറയുന്ന ഒരു ഭാഗമാണ് ഈ പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ. വിത്തിൻ ആറ്റം കുറെ പാർട്ടിക്കിൾസിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ക്വാർക്കും മീസോണും ഗ്ലൂവോണും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ തന്നിട്ടുള്ളൂ. ആറ്റം എന്ന പദം ഉപയോഗിച്ച വ്യക്തി ആരെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആറ്റം എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾഡ് ആണ്. പക്ഷെ ആറ്റത്തിന് പേര് നൽകിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അത് ഡെമോക്രീറ്റസ് ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. കണ്ടോ?
അപ്പോൾ ആറ്റം എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന് പേര് നൽകിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ ഡെമോക്രീറ്റസ്. അതുപോലെ തന്മാത്ര എന്ന പദം, മോളിക്യൂൾ എന്ന ടേം യൂസ് ചെയ്തത് അവോഗാഡ്രോ ആണ് കേട്ടോ. ഇനി മൂലകം എന്ന പദം ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാലോ അത് റോബർട്ട് ബോയിൽ ആണെന്നും പഠിക്കുക. അപ്പോൾ കണ്ടുപിടിച്ചതല്ല ആറ്റം എന്ന് കാണുമ്പോൾ ചാടി വീണ് ജോൺ ഡാൾട്ടൺ എഴുതരുത്, നോക്കണം. പേര് കൊടുത്തത് ഡെമോക്രീറ്റസ് അതല്ലെങ്കിൽ ഓസ്റ്റ്വാൾഡ്. തന്മാത്ര എന്ന പേര് അത് അവോഗാഡ്രോ, അമേഡിയോ അവോഗാഡ്രോ. മൂലകം എന്ന പദം അല്ലെങ്കിൽ ആ വാക്ക്, ആ പേര് റോബർട്ട് ബോയിൽ. ഇനി പ്രകാശിക ഫ്ലക്സ്, ലൂമിനസ് ഫ്ലക്സിന് യൂണിറ്റ് എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കണം, അത് ല്യൂമൻ. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലോ വെബർ ആണെന്ന് പഠിക്കണം. ഇതിനെ കണക്ട് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. പ്രകാശ തീവ്രത, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് നിങ്ങളോട് എന്താണെന്ന് ചോദിക്കും, അത് ക്യാൻഡിലയാണെന്ന് പഠിച്ചേക്കണേ. അതുപോലെ കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ എന്ന് ചോദിക്കാം, വെബർ പെർ മീറ്റർ സ്ക്വയർ. അതിനെയാണ് നമുക്ക് ടെസ്ല എന്ന് പറയാവുന്നത്. അപ്പൊ 4 മാറിപ്പോവരുത്. പ്രകാശിക ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലൂമൻ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണെങ്കിൽ ക്യാൻഡല. അതുപോലെ കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് വെബർ. കാന്തിക ഫ്ലക്സ് സാന്ദ്രത, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിലോ അത് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ന വസ്തുത നിങ്ങൾ എന്ത് ചെയ്തേക്കണം, പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് കണ്ടോ, നമുക്കറിയാം സൂര്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അതാണ് പ്രകീർണനം അല്ലേ? ഇംഗ്ലീഷില് ഡിസ്പേർഷൻ എന്ന് പറയും. ആക്ച്വലി മഴവില്ലിലെ 7 വർണ്ണങ്ങൾ, മഴവില്ലുണ്ടാകുന്നതിന് കാരണമായ പ്രധാന പ്രതിഭാസം എല്ലാവരും പഠിച്ചു വെക്കുന്നത് പ്രകീർണനമാണ്. എന്നാൽ പ്രകീർണനം മാത്രമല്ല, പ്രകീർണനത്തിനൊപ്പം തന്നെ ഒരു ജലത്തുള്ളി വായുവിൽ നിന്ന് ഈ ജലതന്മാത്രയ്ക്കുള്ളിലേക്ക് കടക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് വിധേയമായി അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിച്ച് അതിനകത്ത് തന്നെ വീണ്ടും എന്ത് ചെയ്യും, ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനത്തിന് വിധേയമായി വീണ്ടും ഇത് അപവർത്തനത്തിലൂടെ ആ ജലത്തുള്ളിക്കുള്ളിൽ നിന്നും വായുവിലേക്ക് ഇറങ്ങി അങ്ങനെ 7 നിറങ്ങൾക്കും എന്ത് സംഭവിക്കും, പ്രകീർണനം സംഭവിച്ചിട്ടാണ് മഴവിൽ ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രകീർണനം ഡിസ്പേർഷൻ, അപവർത്തനം റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം, ഇതെല്ലാം കൂടി നടക്കുമ്പോഴാണ് എന്തുണ്ടാവുക, മഴവിൽ ഉണ്ടാവുക. ഈ മഴവില്ല് തന്നെ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. പ്രാഥമിക മഴവില്ല്, പ്രൈമറി റെയിൻബോ ഉണ്ട്. അതുപോലെ തന്നെ ദ്വിതീയ മഴവില്ല്, സെക്കൻഡറി റെയിൻബോ ഉണ്ട്. പ്രാഥമിക മഴവില്ലിന്റെ ഏറ്റവും പുറംവിക്കിൽ കാണുന്ന നിറം ഏതാ എന്ന് ചോദിച്ചാൽ റെഡ് അല്ലെങ്കിൽ ചുവപ്പാണ്. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന നിറം ഏതാ എന്ന് ചോദിച്ചാൽ വയലറ്റ് ആണ്. കണ്ടോ, പ്രാഥമിക മഴവില്ലിന്റെ ചുവപ്പുമായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആളുടെ കണ്ണുണ്ടാക്കുന്ന കോണളവ് നിങ്ങൾക്ക് കാണാം 42.8 ഡിഗ്രിയാണ്. വയലറ്റുമായിട്ട് കണ്ണുണ്ടാക്കുന്ന കോണളവ് 40.8 ഡിഗ്രിയാണ്. ഇത് പ്രൈമറി റെയിൻബോയുടെ കേസാണേ. അങ്ങനെ ദ്വിതീയ മഴവിൽ അല്ലെങ്കിൽ സെക്കൻഡറി റെയിൻബോയുടെ ഏറ്റവും പുറം വെക്കിലുള്ള നിറം വയലറ്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ഉള്ളിലെ നിറം റെഡ് ആണെന്നും പഠിച്ചു വെക്കുക. ദ്വിതീയ മഴവില്ലിന്റെ ഏറ്റവും പുറം വെക്കിലുള്ള വയലറ്റുമായിട്ട് കണ്ണുണ്ടാക്കുന്ന കോണളവ് 53 ഡിഗ്രി ആണെങ്കിൽ ഉള്ളിലുള്ള റെഡുമായിട്ട് കണ്ണുണ്ടാക്കുന്ന കോണളവ് എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, 50 ഡിഗ്രി ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്യാതെ മഴവില്ലിന്റെ പുറം വെക്കില്, മഴവില്ലിന്റെ ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ അത് പ്രാഥമികമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദ്വിതീയമാണെങ്കിൽ അവരത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യും. ദ്വിതീയം എന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾ വെറുതെ മഴവില്ല് എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രാഥമിക മഴവില്ല് അഥവാ പ്രൈമറി റെയിൻബോ ആയിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ ഇതും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടി. അതായത് നിങ്ങൾ കെമിസ്ട്രിയിൽ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന ഒരു സിദ്ധാന്തം, ക്ലാസിക് അറ്റോമിക് തിയറി അല്ലെങ്കിൽ പരമാണു സിദ്ധാന്തം,
അത് വൈശേഷിക സൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് കണാദ മുനിയുടേതായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഐസക് ന്യൂട്ടന്റേതാണ്, അതും പഠിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഗ്രന്ഥം വേറെ ആരുമല്ല, അത് ആധുനിക ഫിസിക്സ് അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ്, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 അവതരിപ്പിച്ച സിദ്ധാന്തം അറിയപ്പെടുന്ന പേര് അത് ആപേക്ഷിക സിദ്ധാന്തം തന്നെയാണ്. ബട്ട് അതിന് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതല്ലെങ്കിൽ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം. എന്നാൽ 1915 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു മറ്റൊരു ആപേക്ഷിക സിദ്ധാന്തം. അതുകൊണ്ട് എടുത്ത് പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഈ വർഷങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ പൊതു ആപേക്ഷിക സിദ്ധാന്തം. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ 100 വർഷം 2005 അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് ആരോടുള്ള ബഹുമാനാർത്ഥം എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ്. ഇത് 3ഉം കണക്ട് ചെയ്ത് പഠിക്കുക. ഫിസിക്സ് ഇയർ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെമിസ്ട്രി ഇയർ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. 2011 അന്താരാഷ്ട്ര രസതന്ത്ര വർഷം, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ കെമിസ്ട്രി ഇയർ എന്ന് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ 2005 ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ ആയിട്ട് ആചരിച്ചതുപോലെ നിങ്ങൾക്കറിയാം, ആഴക്കടലിന്റെ നീലനിറം വിവരിച്ച വ്യക്തി CV രാമനാണല്ലേ. ഭൗതിക ശാസ്ത്രത്തിന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നേടുന്ന ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? CV രാമൻ. ആദ്യത്തെ ഏഷ്യനും CV രാമൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ രാമൻ ഇഫക്റ്റ് 1928 ഫെബ്രുവരി 28 അദ്ദേഹം രാമൻ ഇഫക്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തിന് 1930 നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിന് കിട്ടുകയുണ്ടായി. ഇതിന്റെ ഓർമ്മയ്ക്ക് ആ ഫെബ്രുവരി 28 നമ്മുടെ രാജ്യത്ത് സയൻസ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. അപ്പോ നാഷണൽ സയൻസ് ഡേ അല്ലെങ്കിൽ ദേശീയ ശാസ്ത്ര ദിനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അത് CV രാമൻ. ഓക്കെ. എന്നാൽ ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ ആണെങ്കിലോ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി നമ്മുടെ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സ്പെക്ട്രം കേട്ടിട്ടില്ലേ? GX, UV, IMR, ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇതില് ഈ അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റും ഇത് 3ന്റെയും സ്രോതസ് സൂര്യനാണ് അല്ലെ. സൂര്യനിൽ നിന്ന് വരുന്ന ഹ്രസ്വതരംഗങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് വേവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തി ആരാ എന്ന് ചോദിക്കാം. വില്യം ജൊഹാൻ റിട്ടർ ആണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്നാൽ സൂര്യനിൽ നിന്ന് വരുന്ന ലോങ് വേവ്സ് അഥവാ ദീർഘതരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തി ആരാന്നറിയോ? ഒരിക്കലും കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇതിവിടെ ഉണ്ട്. തിരിച്ചറിഞ്ഞു, അതാണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്ക്. അത് വില്യം ഹെർഷൽ. അപ്പോ ഹ്രസ്വതരംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അൾട്രാവയലറ്റ്, ദീർഘതരംഗങ്ങൾ വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ലോങ് വേവ്സ്, അത് ഇൻഫ്രാറെഡ്. അൾട്രാവയലറ്റിനെ തിരിച്ചറിഞ്ഞത് വില്യം റിട്ടർ ആണെങ്കിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങളെ തിരിച്ചറിഞ്ഞത് വില്യം ഹെർഷൽ ആണ്. തമ്മിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോവരുത്. ഇത്രയൊന്ന് നോക്കി വെച്ചിട്ട് വരുമോ? തീരുന്നില്ല. കൂടുതൽ വസ്തുതകൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് താങ്ക് യു.